അനശ്വര നടൻ സത്യൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മകൻ സതീഷ് സത്യന് എന്തുകൊണ്ട് അംഗത്വം കൊടുക്കുന്നില്ല? ഇത് ഞാൻ ഒരു 3-4 ദിവസം മുമ്പാണ് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ടത്. സതീഷ് സത്യൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാതൃഭൂമി ന്യൂസിനോട് പറയുന്ന ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ മാസ്റ്റർ ആ നടനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആള് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്, എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അമ്മ എന്ന സംഘടനയിലോട്ട് ഒരു അംഗത്വം വേണം. അത് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമാണ്. മലയാള സിനിമ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഒരു കുടുംബം പോലെ വന്നിരുന്ന ഒരു സംഭവമാണ്. അപ്പോഴും ഈ അമ്മ സംഘടന ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് അമ്മ സംഘടന വന്നതും. ഈ അമ്മ സംഘടന രൂപം കൊള്ളുവാൻ തന്നെ ആശയം കൊണ്ടുവന്നത് തന്നെ സുരേഷ് ഗോപിയാണ് എന്ന് മണിയമ്പിള്ള രാജു അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഘടന വന്നത്. അപ്പോൾ ആ സംഘടനയിൽ ഒരു അംഗത്വം കിട്ടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വെറുതെ അല്ല, 4 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത് നായകനായിട്ടാണ് ഈ 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ആ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ സിനിമ മലയാള സിനിമയിലുള്ള സിനിമകളാണ്, നായകനായിട്ട് അഭിനയിച്ച സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഔദാര്യമൊന്നുമല്ല, ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇടവേള ബാബു അദ്ദേഹം ആയിരുന്ന സമയത്താണ്, അദ്ദേഹം ഭാരവാഹിത്വം ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വിളിച്ചു ചോദിച്ചപ്പോൾ ഇടവേള ബാബു അദ്ദേഹം പറഞ്ഞു ശരി, ചേട്ടാ നമുക്കത് നോക്കാം, ചേട്ടാ ഒരു മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. നല്ല കാര്യമല്ലേ എന്ന് വെച്ചിട്ട് മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പോൾ മെയിൽ അദ്ദേഹം അയക്കുകയും മെയിലിന് പിന്നെ ആ മെയിലിന് അദ്ദേഹം പറഞ്ഞു, അതായത് എനിക്ക് അമ്മയുടെ സംഘടനയിൽ വരുന്നതിന് വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന കൈനീട്ടമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ നടനാണ്, അപ്പോൾ അനശ്വരനായ ഒരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് അമ്മ സംഘടനയിൽ ഒരു അംഗത്വം വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മെയിൽ ചെയ്യുകയും ആ മെയിലിനൊരു റിപ്ലൈ കൊടുക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വിളിച്ചു ഇടവേള ബാബുവിന് അദ്ദേഹത്തിനെ വീണ്ടും വിളിച്ചോ പറഞ്ഞു, അത് ചേട്ടാ നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ചെറിയ ഉഴപ്പിലൊക്കെ രീതിയിലൊക്കെ പോയിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താങ്കളെ ഇതിലെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് പേര് വരും, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം സത്യൻ അദ്ദേഹം പറയുന്നത് 4 സിനിമകളിൽ അഭിനയിച്ച ആളാണ്. ഇതുപോലെ 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ അഭിനയം നിർത്തി അല്ലെങ്കിൽ സിനിമ അവസരങ്ങളില്ലാത്ത എത്രയോ നടന്മാർ അമ്മ സംഘടനയിലുണ്ട്. മനസ്സിലായില്ലേ? ചില പ്രൊഡ്യൂസർമാർ തന്നെ ഉണ്ട് കുറച്ച് സിനിമകളിൽ മുഖം കാണിച്ചിട്ട് ഇപ്പോൾ അമ്മ സംഘടനയിലുള്ളവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ അമ്മയുടെ പുതിയ പ്രസ് ക്ലബ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ന്യൂസ് മാധ്യമങ്ങളെടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദീഖും ലാലേട്ടനും അവരെല്ലാവരും ചേർന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവരെടുത്ത് ചോദിച്ചു, മാധ്യമങ്ങളെടുത്ത് ചോദിച്ചു, സതീഷ് സത്യൻ അദ്ദേഹത്തെ സംഘടന എടുക്കുന്നതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഗതം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നല്ലൊരു കാര്യം. അങ്ങനെ മാധ്യമങ്ങളടുത്ത് വെറുതെ പറഞ്ഞു പോയാൽ പോരാ. ഇതിൻ്റെ ഇന്റേണലി അവർ പറയുന്ന ഇന്റേണലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരാണ്. അപ്പോൾ ഇന്റേണലി കാര്യങ്ങൾ ക്ലിയർ ആവണം. അദ്ദേഹത്തെയും സംഘടനയിലൂടെ എടുക്കണം. അതൊരു ഔദാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അവകാശമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കാരണം അദ്ദേഹം കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ആളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഓണറി ആയിട്ടുള്ള ഒരു അംഗത്വം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ അദ്ദേഹത്തിൻ്റെ മകനാണ്, കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ആളാണ്. അദ്ദേഹത്തിന് കാഴ്ച പരിമിതി മൂലം സിനിമകളിൽ പിന്നീട് അഭിനയിക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹവും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർ നടൻ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം വിലയിരുത്തപ്പെടേണ്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കാഴ്ച പരിമിതി കാരണമാണ് ആ ഒരു പ്രകാശവും കാര്യങ്ങളൊക്കെ കണ്ണിൽ തട്ടുന്നതൊക്കെ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സിനിമ അഭിനയം നിർത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പല ഇൻ്റർവ്യൂസിലും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മ എന്ന സംഘടന വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ ജഗദീഷ് അതിനകത്ത് പറയുന്നുണ്ട് സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മെയിലോ കാര്യങ്ങളോ ഒന്നും റിട്ടേൺ ആയിട്ടുള്ള അപേക്ഷയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. റിട്ടേൺ ആയിട്ടുള്ള അപേക്ഷ അല്ലല്ലോ, മെയിലല്ലേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എല്ലാം മെയിൽ വഴിയല്ലേ. അപ്പം ഇടവേള ബാബു അദ്ദേഹത്തിൻ്റെ ചോദിച്ചാൽ മതി, ഇങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതിയല്ലോ. നമ്മൾ പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യൻ എന്ന മഹാനടനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രേക്ഷകരായ നിങ്ങളിലോട്ട് എത്തിച്ചത്. പലരും ഇത് അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റേണലിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യില്ല. അപ്പം ഇദ്ദേഹം വീണ്ടും അപ്ലൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ജഗദീഷിൻ്റെ അടുത്തും ലാലേട്ടൻ്റെ അടുത്തും സിദ്ദിഖേട്ടൻ്റെ അടുത്തും ഒക്കെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അമ്മാന സംഘടനയിലൂടെ അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പിന്നെ പലരും പറയുന്നത് അമ്മ സംഘടന എന്ന് പറയുന്നത് അത് ഒരു എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. അമ്മ സംഘടനയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട്, മോശം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും തീർച്ചയായിട്ടും അവർക്കൊരു സംഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാംസൊക്കെ കാണുവാനും അവരുടെ നടന്മാരെയും നടിമാരെയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും നമ്മൾ ആ സംഘടനയും ഇഷ്ടപ്പെടുന്നു. പിന്നെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ഏത് സംഘടനയുണ്ട്?
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതും പരിഗണിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അതൊരു ഔദാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അവകാശമാണ് സതീഷ് സത്യൻ്റെ. ഞാൻ ആ ലിങ്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കും കേട്ടോ. സതീഷ് സത്യൻ അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളടങ്ങിയ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. അത് ഞാൻ താഴെ മെൻഷൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായവും പറയുക. സതീഷ് സത്യൻ എന്ന നടനെ, അനശ്വര നടൻ സത്യൻ, അദ്ദേഹത്തിൻ്റെ മകനായ സതീഷ് സത്യൻ എന്ന നടനെ അമ്മ എന്ന സംഘടനയിലോട്ട് എടുക്കണ്ടേ? അദ്ദേഹത്തിന് അംഗത്വം കൊടുക്കണമോ കൊടുക്കണ്ടയോ? നിങ്ങൾ പറയൂ, അഭിപ്രായം പറയൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.